28-കാരൻ ഭാര്യയെ കൊന്ന് 200-ലധികം കഷ്ണങ്ങളാക്കി നദിയിൽ ഉപേക്ഷിച്ച ക്രൂര കൊലപാതകത്തിന്റെ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2023 മാർച്ചിൽ നടന്ന സംഭവത്തിന് ഒരു വർഷത്തിന് ശേഷമാണ് ചുരുളഴിയുന്നത്. യുവതിയെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്ന് 28-കാരനായ ഭർത്താവ് നിക്കോളാസ് സമ്മതിച്ചതോടെയാണ് കേസിൽ വഴിത്തിരിവ്. 2023 മാർച്ചിലാണ് ബ്രിട്ടനിൽ നിക്കോളാസ് നെറ്റ്സൺ എന്ന 28-കാരൻ ഭാര്യ ഹോളി ബ്രാൻലിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. യുവതിയെ കുത്തിക്കൊന്ന ശേഷം 200-ലേറെ കഷ്ണങ്ങളാക്കി വീടിന്റെ അടുക്കളയിൽ ഒരാഴ്ചയോളം സൂക്ഷിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം സുഹൃത്തിന്റെ സഹായത്തോടെ ശരീരാവയവങ്ങൾ നദിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കിടപ്പുമുറിയിൽ വെച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം. ബ്രാൻലിയെ നിരവധി തവണ കത്തികൊണ്ട് കുത്തി. തുടർന്ന് മൃതദേഹം കുളിമുറിയിലെത്തിച്ച് തുണ്ടം തുണ്ടമാക്കി പ്ലാസ്റ്റിക് ബാഗിലാക്കി. ശേഷം അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാനായി ഉപയോഗിക്കുന്ന ലാൻഡറിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം സുഹൃത്തിന്റെ സഹായത്തോടെ ശരീരഭാഗങ്ങൾ അടുത്തുള്ള നദിയിൽ തള്ളി. വെറും 50 പൗണ്ട്, ഏകദേശം 5000 രൂപയാണ് ഇതിനായി ഇയാൾ സുഹൃത്തിന് നൽകിയതെന്നാണ് വെളിപ്പെടുത്തൽ. തൊട്ടടുത്ത ദിവസം നദിയിലൂടെ ഒഴുകുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ നാട്ടുകാർ കണ്ടെത്തി. ഇതിൽ നിന്ന് കൈയും യുവതിയുടെ തലയുമാണ് കണ്ടെടുത്തത്. തുടർന്ന് മുങ്ങൽ വിദഗ്ധർ നടത്തിയ തെരച്ചിലിൽ കൂടുതൽ ബാഗുകൾ കണ്ടെത്തി. ആകെ 224 ശരീരഭാഗങ്ങളാണ് ഇവയിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ നിക്കോളാസിനെ പോലീസ് പലതവണ ചോദ്യം ചെയ്തെങ്കിലും ഒരിക്കൽ പോലും ഇയാൾ കുറ്റം സമ്മതിച്ചിരുന്നില്ല. സ്വന്തം ഭാര്യയെ കൊന്നാൽ തനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്നായിരുന്നു ഇയാളുടെ വാദം. ഒരു വർഷത്തോളം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പിടി നൽകാതിരുന്ന യുവാവ് കഴിഞ്ഞ ദിവസമാണ് കുറ്റസമ്മതം നടത്തിയത്. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കാതിരുന്ന നിക്കോളാസിനെ കുടുക്കിയത് സുഹൃത്തയച്ച ഒരു സന്ദേശമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. പ്ലാസ്റ്റിക് ബാഗിൽ കുത്തി നിറച്ച ഭാര്യയുടെ മൃതദേഹം അടുക്കളയിൽ ഭക്ഷണം കേടാവാതെ സൂക്ഷിക്കുന്ന ഫ്രീസറിലാണ് സൂക്ഷിച്ചിരുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം സുഹൃത്തിന് പണം നൽകി മൃതദേഹ ഭാഗങ്ങൾ നദിയിലൊഴുക്കി. ഇത് തന്നെ നിക്കോളാസിനെതിരായ വലിയ തുറുപ്പുചീട്ടായി മാറുകയായിരുന്നു. മൃതദേഹം ഒഴിവാക്കാൻ വെറും 50 പൗണ്ട് മാത്രമോ എന്ന് സുഹൃത്ത് നിക്കോളാസിന് അയച്ച സന്ദേശമാണ് പോലീസിന് വലിയൊരു തെളിവായി മാറിയത്. പലതവണയായി നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നില്ലെങ്കിലും ഈ സന്ദേശം പുറത്തറിഞ്ഞതോടെ നിക്കോളാസിന് പിടിച്ചു നിൽക്കാനായില്ല. അതോടെ തന്നെ ഭാര്യയെ അതിദാരുണമായി കൊന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നിക്കോളാസ് തന്നെ പോലീസിനോട് തുറന്നു പറഞ്ഞു. ബ്രാൻലിയുടെ വളർത്തുമൃഗങ്ങളെയും നിക്കോളാസ് ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നതായാണ് വിവരം. ബ്രാൻലി വളർത്തിയിരുന്ന മുയൽക്കുഞ്ഞുങ്ങളെ നിക്കോളാസ് മിക്സിയിലിട്ട് അടിച്ചിരുന്നു. പട്ടിക്കുട്ടിയെ വാഷിംഗ് മെഷീനിലിട്ട് കൊന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ ബ്രാൻലി പോലീസിൽ പരാതി നൽകിയിരുന്നതായാണ് വിവരം. പരാതിക്ക് പിന്നാലെ കഴിഞ്ഞ മാർച്ച് 24-ന് സാധാരണ പരിശോധനയ്ക്കായി ഇരുവരുടെയും വീട്ടിലെത്തിയ പോലീസിന് മുന്നിൽ നിക്കോളാസ് ഭാര്യ തന്നെ ഉപദ്രവിക്കുന്നതായി പരാതി പറഞ്ഞിരുന്നു. ഭാര്യ എവിടെയെന്ന് പോലീസ് ചോദിച്ചപ്പോൾ തമാശയായി അവൾ കട്ടിലിനടിയിൽ ഒളിച്ചിരിപ്പുണ്ടാകുമെന്ന് നിക്കോളാസ് പറഞ്ഞതായി പോലീസിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നാലെ വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ ബാത്ത് ടബിൽ നിന്നും രക്തം പുരണ്ട തുണി കണ്ടെത്തി. ചുമരിലും തറയിലും രക്തക്കറയും അമോണിയ ബ്ലീച്ച് എന്നിവയുടെ മണവും പോലീസിൽ സംശയം ജനിപ്പിച്ചു. എന്നാൽ ഭാര്യ തന്നെ വിട്ട് സുഹൃത്തുക്കൾക്കൊപ്പം പോയെന്നാണ് നിക്കോളാസ് പോലീസിനോട് പറഞ്ഞത്. കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് കോടതി നിക്കോളാസ് നെറ്റ്സണിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന് ചികിത്സ തുടരുന്നയാളാണ് നിക്കോളാസ് നെറ്റ്സൺ എന്നും ഇതാണ് കൃത്യത്തിലേക്ക് നയിച്ചതെന്നുമാണ് ഇയാളുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്.